എസ്എഫ്ഐയുടെ റിപ്പോർട്ടിന്മേൽ മാസപ്പടി കേസിൽ തുടർ നടപടികൾ 4 മാസത്തെ കൂടി ഹൈക്കോടതി തടഞ്ഞു. CMRL നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ്. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, ഏതാണ്ട് 1 മാസം മുൻപ് ഇങ്ങനെ ഒരു സ്റ്റേ നൽകിയിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി. ഇപ്പോൾ ആ സ്റ്റേ നീട്ടുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയുണ്ടായോ ഇപ്പോൾ ഹൈക്കോടതി SFI റിപ്പോർട്ടിന്മേൽ? മഞ്ജുഷ, CMRL നൽകിയ ഹർജിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുന്നതിനു വേണ്ടി ഈ ഹർജി വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ CMRLന്റെ ഭാഗം കൂടി കേൾക്കേണ്ടി വരും എന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഒരു നടപടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ഹർജിയുമായി ബന്ധപ്പെട്ട ഈ SFIO റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഈ പ്രതികൾക്ക്, ഈ വീണ വിജയൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അടക്കമുള്ളവർക്ക് സമൻസ് അയച്ച് കോടതിയിൽ ഈ വിചാരണ വേളയിൽ ഹാജരാകാൻ അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതിനിടയിലാണ് CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ പ്രധാനമായും പറയുന്നത് തങ്ങളുടെ വാദം കേൾക്കാതെയാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നത്. അതിൽ തങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് SFIO കേട്ടിരുന്നില്ല. ഇത്തരത്തിലൊരു ക്രിമിനൽ സ്വഭാവമുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ക്രിമിനൽ പ്രതികളെ നടപടി പോലെ തങ്ങൾക്കെതിരായിട്ടുള്ള നടപടി അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയിൽ CMRL പ്രധാനമായും ഉന്നയിച്ചത്. ഇതെന്തായാലും ഈ ഒരു ഉന്നയിച്ച കാര്യം അത് ഗൗരവമുള്ളതാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിശദമായ വാദം കേൾക്കുന്നതിന് വേണ്ടി വീണ്ടും ഈ ഹർജി നീട്ടിവെച്ചിരിക്കുന്നത്. അതുവരെ മറ്റ് അറസ്റ്റുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിചാരണയിലേക്കോ കടക്കണ്ട എന്ന് കൂടി ഹൈക്കോടതി പറയുന്നുണ്ട്. ഇത് CMRLനെ സംബന്ധിച്ച്, വീണ വിജയനെ സംബന്ധിച്ച് ഒരു ആശ്വാസമുള്ള നടപടിക്രമങ്ങൾ കൂടിയാണ്. എന്തായാലും ഇനി ഇതിൽ തുടർ നടപടി എന്നോണം ഇനി എന്താണ് ഹൈക്കോടതി വിശദമായിട്ടുള്ള വാദമടക്കമുള്ളവ കേൾക്കേണ്ടി വരും. SFIO രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാസപ്പടി കേസിൽ ഇപ്പോൾ പ്രതികൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്.